ഇത്തവണത്തെ ലോകകപ്പ് ആര് തൂക്കും? പോർച്ചുഗലിനാണ് സാധ്യത. നെതർലൻഡിനാണ് ചാൻസ്. നൂറ് ശതമാനവും സ്പെയിൻ കൊണ്ടുപോകുന്നതാണ്. ലോകകപ്പിലെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇറ്റലി ഈ വേൾഡ് കപ്പ് കളിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഫുട്ബോളിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ നൈനാം വളക്കുകാർ ഇന്ന് ഫുട്ബോളിൻ്റെ മറ്റൊരു ഉത്സവത്തിൻ്റെ ആഘോഷത്തിലാണ്. എവിടെ എത്തിയ ഒരുക്കങ്ങളൊക്കെ? നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വേൾഡ് കപ്പിനും കൊടുക്കുന്ന ഒരു വരവേൽപ്പിനാണ് 2026 ഫിഫ വേൾഡ് കപ്പിനും വേണ്ടിയിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഫുട്ബോളിലെ ഇതിഹാസ താരങ്ങളായ മെസ്സി, നെയ്മർ, ക്രിസ്ത്യാനോ റൊണാൾഡോ, ലൂക്ക മോഡ്രിച്ച് പോലുള്ള താരങ്ങളുടെ അവസാന ലോകകപ്പ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ലോകകപ്പ് കാണാമെന്നുള്ളത് ഏതൊരു ഫുട്ബോൾ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്നതാണ്. നമ്മുടെ സമയക്രമത്തിലൊക്കെ ഇന്ത്യയുമായിട്ട് വലിയ വ്യത്യാസമുള്ള രാജ്യങ്ങളിലാണ് ഈ ലോകകപ്പ് നടക്കുന്നതെങ്കിലും ഉറക്കമൊഴിച്ചിട്ട് വേൾഡ് കപ്പിൻ്റെ ഓരോ മത്സരങ്ങളും കാണാൻ വേണ്ടി നമ്മളെല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മൾ വിവിധ ടീമുകളുടെ ഫ്ലെക്സ് ബോർഡുകൾ ഇതിനകം തന്നെ വെച്ച് കഴിഞ്ഞു. ഇനി സ്പോൺസേഴ്സിനെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. LED വാളിൽ ഈ ലോകകപ്പിൻ്റെ ആവേശം തത്സമയം ബിസ്ക്രീനിൽ കാണിക്കാൻ വേണ്ടിയിട്ട്, ഓരോ മത്സരങ്ങളും കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ലോകകപ്പിനിടയിൽ നമ്മൾ ഒരു മിനി വേൾഡ് കപ്പ് നടത്തും. പ്രധാനപ്പെട്ട ടീമുകളുടെ ആരാധകർ തമ്മിൽ ആ ടീമിൻ്റെ ജേഴ്സി അണിഞ്ഞിട്ടുള്ള ഒരു മിനി വേൾഡ് കപ്പ് നമ്മൾ നടത്താറുണ്ട്. അത് ഈ പ്രാവശ്യവും നമ്മൾ നടത്തും. പിന്നെ ലോകകപ്പിൻ്റെ ഫൈനൽ ഡേയിൽ ജേതാക്കളാവുന്ന രാജ്യത്തിന് അവിടെ സമ്മാനം നൽകുന്ന, ട്രോഫി നൽകുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ സ്വന്തം ട്രോഫിയുണ്ട്. 2006 മുതൽ അത് നമ്മൾ കൊടുത്തു വരുന്ന ഒരു ട്രോഫിയാണ്. മരത്തിൽ കൊത്തിയുണ്ടാക്കിയ ഒരു വേൾഡ് കപ്പ് ട്രോഫിയുടെ മാതൃക ഉണ്ട്. അത് ഏത് ടീമാണോ ജയിക്കുന്നത് ആ ടീമിൻ്റെ ആരാധകർക്ക് അന്നിവിടെ വെച്ച് സമ്മാനിക്കുന്നതാണ്. ഈ ഒരു കട്ടൗട്ട്, അതായത് ഇത് ഫുട്ബോൾ ഒരു വിനോദമല്ല, ഒരു വികാരമാണ്. എന്താണ് ഇതിൽ മൊത്തത്തിൽ ഉൾക്കൊണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിലുള്ളത്? നൈനാമ്പളപ്പിൻ്റെ ഫുട്ബോൾ ആവേശം അറിഞ്ഞിട്ട് ഫിഫ പോലും നമ്മളെ പ്രശംസിച്ചിട്ടുണ്ട്. അതുപോലെ ഫുട്ബോൾ ഇതിഹാസമായ പെലെ, അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ വേളയിൽ എനിക്ക് നൈനാമ്പളപ്പിനെ പറ്റി അറിയാം, ആ നാട്ടുകാരിക്ക് എൻ്റെ അഭിനന്ദനം അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മെസ്സിയുടെ നാടായ അർജൻറ്റീനക്കാർ ഇവിടുത്തെ ഫുട്ബോൾ കമ്പം കണ്ടിട്ട് അത് നേരിട്ടറിയാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. മറഡോണനെ ലോകത്തിന് സംഭാവന ചെയ്ത അർജൻറ്റീനോസ് ജൂനിയേഴ്സിൻ്റെ ക്ലബ്ബ് അധികൃതർ ഇവിടെ വരികയും ഇവിടുത്തെ കുട്ടികളുമായിട്ട് നൈനാമ്പളപ്പ് കോതി മിനി സ്റ്റേഡിയത്തിൽ ഒരു ഫ്രണ്ട്ലി മാച്ച് പോലും കളിച്ചിട്ടുണ്ട്. അന്ന് ഒരു ഗോൾ വല കാത്തിരുന്നത് ഇന്ത്യ കണ്ട എക്കാലത്തെയും ഫുട്ബോൾ ഇതിഹാസമായ ബ്രഹ്മാനന്ദായിരുന്നു. ഗോളി ബ്രഹ്മാനന്ദാണ് ഗോൾ വല കാത്തത്. അതുപോലെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഇവിടെ കളി കാണുന്നതിൻ്റെ ആവേശം അർജൻറ്റീനയിൽ അവിടുത്തെ ക്ലബ്ബുകളെല്ലാം അവരുടെ ഹാൻഡിലിൽ തന്നെ അത് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫുട്ബോൾ ആവേശം ഫിഫ, പെലെ, അന്താരാഷ്ട്ര ഫുട്ബോൾ സമൂഹത്തിലും നേരത്തെ തന്നെ പ്രശംസിച്ചതാണ്. കാരണം അത്രമാത്രം ഫുട്ബോളിനെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു നാടാണ് നൈനാമ്പളപ്പ്. ഈ നൈനാമ്പളപ്പിനെ മക്ക എന്നാണല്ലോ വിശേഷിപ്പിക്കുന്നത് പൊതുവെ. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടിക്കാലം മുതൽ തന്നെ ഇവിടുത്തെ ആബാലവൃദ്ധ ജനങ്ങൾ ഫുട്ബോളിനോട് വലിയ കമ്പാണ്. അത് കളിക്കാരായിട്ടും കളി കാണുന്നവരായിട്ടും കളി വർത്തമാനം പറയുന്നവരായിട്ടും ഒക്കെ. അപ്പോൾ തീരെ പന്ത് തട്ടാത്ത ആളുകൾ പോലും ഫുട്ബോളിൻ്റെ വർത്തമാനങ്ങൾ പറയുന്ന എത്രയോ ആളുകൾ അന്നേ ഉണ്ട്. മാത്രമല്ല, ടൂർണമെൻറ്റുകൾ കാണാൻ വേണ്ടിയിട്ട് പല ഭാഗങ്ങളിലും ഒക്കെ കള്ളവണ്ടിക്ക് പോലും പോയിട്ട് സന്തോഷ് ട്രോഫിയെല്ലാം കണ്ട ആളുകൾ ഈ നാട്ടിലുണ്ട് പഴയ തലമുറയിൽ.
ഇറ്റാലിയ 90 വേൾഡ് കപ്പിന് ഇവിടെ അന്നത്തെ ആളുകൾ ഒരു കളർ ടി വിയിലും വെച്ചിട്ട് ഒരു എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് വേൾഡ് കപ്പ് കാണുന്നത് കണ്ടിട്ടാണ് നമ്മളെല്ലാം വളർന്നു വരുന്നത്. അവരിൽ നിന്ന് കിട്ടിയ ആ ഊർജ്ജവും ആവേശമെല്ലാം നമുക്കും പകർന്ന് അങ്ങനെ നമ്മളും ആ ഫുട്ബോൾ ആവേശത്തിൻ്റെ ഭാഗമായി. ഇനിയിപ്പോൾ പുതിയ തലമുറയും ആ നിലക്ക് അതിൻ്റെ ആവേശത്തിലേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയ തലമുറ എന്ന് പറയുമ്പോൾ നമ്മൾ ലഹരിൻ്റെയും അതുപോലെ ഫോൺ അഡിക്ഷൻ്റെയൊക്കെ നീരാളിപ്പിടുത്തത്തിലാണ് പുതിയ തലമുറ. അപ്പോൾ ആ തലമുറകളെ അതിൽ നിന്ന് ഒന്ന് തല ഉയർത്തി നേരെ നാട്ടിലേക്ക് ഇറക്കാൻ പറ്റിയ ഒരു നല്ല മാർഗമാണ് ഫുട്ബോളും ഫുട്ബോൾ ആവേശവും. എന്താണ് ഈ ലോകകപ്പിലെ സന്തോഷം? ലോകകപ്പിലെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാവരുടെ രക്തത്തിലൂടുന്ന ഒരു വികാരമാണ്. ഇപ്പോൾ നമ്മളിവിടെ ക്യാപ്ഷൻ തന്നെ ഫുട്ബോൾ നമുക്കൊരു വിനോദമല്ലാതൊരു വികാരമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കളി കാണുമ്പോൾ നമുക്ക് ഒരു ഫുട്ബോൾ നൽകുന്ന ഒരു ഏറ്റവും വലിയ സന്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ടീം വർക്കാണ്. ഫുട്ബോൾ കളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത തന്നെയാണ്. കുറേ ആളുകൾ ഇങ്ങനെ ഒരു സൈഡിൽ നിൽക്കുന്നതോ ഒന്നല്ല, എല്ലാവരും സജീവമായി കളിച്ചാലാണ് ആ ഫുട്ബോളിൻ്റെ ആ ഒഴുക്കും ഓളവും ഉണ്ടാവുന്നത്. പിന്നെ ലോകകപ്പിലെ ഈ താരങ്ങളുടെ കളിയും അത് ആര് ജയിച്ചാലും തോറ്റാലും അതിപ്പോൾ ഒരു ഇഷ്ട ടീമിൻ്റെ ആളുകളാവുമ്പോൾ അവരുടെ ടീമിൻ്റെ പരാജയമൊക്കെ അവരെ വേദനിപ്പിക്കെങ്കിലും ഇപ്പോൾ ഒരു ഫുട്ബോൾ പ്രേമി എന്നുള്ള നിലക്ക് അത് ആര് ജയിക്കുന്നു ആര് തോൽക്കുന്നു എന്നല്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ്റെ കുറിയ പാസുകളുള്ള അപ്പം അർജൻറ്റീനൻ്റെ വലം തെയ്യുന്നത് പോലുള്ള ശൈലി, ബ്രസീലിൻ്റെ സാമ്പ, അതുപോലെ തന്നെ നമുക്ക് സ്പെയിനിൻ്റെ ടിക്കി ടാക്ക, അതുപോലെ തന്നെ വേഗതയുള്ള ഫ്രാൻസിൻ്റെ കളി, ഇംഗ്ലണ്ടിൻ്റെ കളി, അങ്ങനെ ഒരു പിടി താരങ്ങളും രാജ്യങ്ങളും ഒക്കെ അവരുടേതായ ഒരു ശൈലിയുണ്ട്. ഇപ്പോൾ ഹോളണ്ട് ടോട്ടൽ ഫുട്ബോളിൻ്റെ വക്താക്കളാണ്. ഇപ്പം പൂർണ്ണമായിട്ട് അവർ ടോട്ടൽ ഫുട്ബോൾ അല്ല കളിക്കുന്നതെങ്കിൽ പോലും അതിനും ഒരു സൗന്ദര്യമുണ്ട്. അതുപോലെ വന്യമായ ആഫ്രിക്കൻ ഫുട്ബോൾ കരുത്ത്, അതും അതിൻ്റെ നമുക്കൊരു രസം തന്നെയാണ് കാണാൻ. ഈ ഒരു ലോകകപ്പിൽ എന്താണ് നിങ്ങളുടെ ദുഃഖം? ലോകകപ്പിലെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇറ്റലി ഈ വേൾഡ് കപ്പ് കളിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും ഒരു ഫുട്ബോൾ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇറ്റലി എന്ന് പറയുന്നത് ലോകകപ്പ് ഫുട്ബോളിൽ അനിവാര്യമായിട്ടുള്ളൊരു ടീമാണ്. ഇപ്പോൾ 3 ലോകകപ്പായി ഇറ്റലിക്ക് നഷ്ടമാണ്. പിന്നെ നമ്മൾ ആശങ്കപ്പെടുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നെയ്മറിൻ്റെ പരിക്ക്. ഇന്നിപ്പോൾ പുതിയതായിട്ട് വാർത്ത മെസ്സിക്കും പരിക്കുണ്ടെന്നാണ്. അതൊക്കെ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക തന്നെയാണ്. കാരണം ഇവരൊക്കെ നല്ലോണം കളിക്കുമ്പോഴാണല്ലോ ഒരു ഫുട്ബോളിനെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുക. നമ്മളിപ്പോൾ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് സുബൈറാണ് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിവരിച്ചു തന്നത്. ഇനി നമുക്ക് പഴയ തലമുറകളിലേക്കൊന്ന് കടക്കാം. എന്തൊക്കെയാണ് പഴയ ഓർമ്മകൾ ഫുട്ബോളിനെ കുറിച്ചിട്ടുള്ളത്? പഴയ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഫുട്ബോളിനോട് വലിയ താല്പര്യമൊക്കെ തന്നെയാണ്. കാരണം ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ കുട്ടികളെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ ഫുട്ബോളിലൊക്കെ ഇറങ്ങി ചെല്ലണം. സ്പോർട്സ് എന്ന് പറഞ്ഞാൽ പല സ്പോർട്സുകളുണ്ട്. പക്ഷേ ഫുട്ബോൾ ഇതൊക്കെ ആകുമ്പോൾ കുട്ടികൾ ഈ വേണ്ടാതെ ചീത്ത വഴിക്ക് പോകുന്നതിലൊക്കെ കുറേ വ്യത്യാസം വരും എന്നുള്ളൊരു അഭിപ്രായം നമ്മളെടുത്തിട്ടുണ്ട്. അതെന്താ, വൈകുന്നേരം സ്കൂൾ ഇട്ട് വന്നാൽ വലിയൊരു പന്ത് ആയിട്ട് അങ്ങോട്ട് നമ്മളെ മോനൊക്കെ, നമ്മളെ ഒരു ചെറിയ നൗഫലിന് അറിയും, ഓനൊക്കെ ഈ ഫുട്ബോൾ ഇന്നലെ വരെ എവിടെയോ പോയി കളിച്ചു വന്നാണ് മൂപ്പരാൾ, കണ്ണൂരിട്ടോ. അപ്പോൾ ഫുട്ബോളിനോടൊക്കെ വലിയ ആദർശമൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ ഈ ഫുട്ബോളിനോടുള്ള ഈ ഇതുണ്ടാകുമ്പോൾ എന്താണ് കുറേ അനാവശ്യ, ഇപ്പം ഈ നടക്കുന്നത് മുഴുവനും ആവശ്യങ്ങളല്ല, അനാവശ്യമായിട്ടുള്ള ഇതാണ് കുട്ടികളെ വളർച്ച തന്നെ. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറേ വിജയം ഉണ്ടാവും. കാര്യത്തിലൊക്കെ വളരെ സന്തോഷം. ഫുട്ബോളിന് വരെ മുൻതൂക്കം എന്നും എപ്പോഴും ഫുട്ബോളിനോട് വലിയ ആദർശമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെയും പോക്കില്ല. ഇതുപോലെ കാത്തിരിക്കുകയാണ് ഈ വർഷത്തെ ഫുട്ബോളിന് വേണ്ടി. ഫുട്ബോൾ ഇങ്ങനെ ഫുട്ബോൾ ഇവിടെ ഈ കോതിയ ഗ്രൗണ്ടിലുണ്ടെങ്കിൽ അവിടെ കാണുമ്പോൾ അപ്പം അങ്ങനെയൊക്കെയാണ്. അല്ലാതെ അതിങ്ങനെ തലയിൽ കയറ്റി നടക്കുന്ന പരിപാടിയൊന്നുമില്ല. പണ്ടതല്ല, അത് തലയിൽ തന്നെയാണ്. ഇവിടെ കളി ഉണ്ടെങ്കിൽ കളി കാണാനായിട്ടൊക്കെ പോയിരുന്നു. ഇപ്പോഴങ്ങനെ പോക്കില്ല. ഇത്തവണത്തെ ഫുട്ബോളിൽ ഇറ്റലി ഇല്ല എന്നുള്ള ധർമ്മസങ്കടത്തിലാണ് ചിലർ. അതെ, നിരാശയിലാണ്. കാരണം 4 പ്രാവശ്യം കപ്പടിച്ച ടീമാണ്. ഇപ്രാവശ്യം ഇല്ലാത്തതിനെ കൊണ്ട് നല്ല നിരാശയുണ്ട്. ഇങ്ങനെ ഇവിടുത്തെ സങ്കടം എങ്ങനെയാണ്? നൈനാവളപ്പിലെ സങ്കടം? നൈനാവളപ്പിലും കുറേ ഇറ്റലി ഫാൻസുകാരുണ്ട് ഇവിടെ. അവർക്കൊക്കെ നല്ല നിരാശയുണ്ട്.
ഇംഗ്ലണ്ട് കപ്പടിക്കാൻ കാത്തിരിക്കുന്ന ഒരു ആരാധകനാണ് ഇദ്ദേഹം. ചോദിക്കാം. ഈ 100% ഈ പ്രാവശ്യം ഇംഗ്ലണ്ട് കപ്പടിക്കും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ ഉള്ളത്. കാരണം മറ്റുള്ള ഒരുപാട് കാലമായി ഇപ്പം കപ്പടിച്ചിട്ട് ഇംഗ്ലണ്ട് കപ്പടിച്ച ആകെ വേൾഡ് കപ്പ് അടിച്ചത് ഒറ്റ തവണ അടിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ പ്രാവശ്യം നല്ലൊരു ടീമായിട്ടാണ് ഇംഗ്ലണ്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇംഗ്ലണ്ടിൻ്റെ കോച്ചാണെങ്കിലും നല്ലൊരു മുമ്പ് നല്ല ക്ലബ്ബിൽ PSG ഇതിലൊക്കെ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ച് തന്നെയാണ് ഇംഗ്ലണ്ടിൻ്റെ കോച്ചായിട്ടുള്ളത്. പിന്നെ കളിക്കാരാണെങ്കിലും നല്ല കളിക്കാരുണ്ട്. സാക്ക പോലുള്ള സാക്ക, ഹാരി കെയ്ന്, അതേമാതിരി റൈസ് പറഞ്ഞിട്ട് ഒരുപാട് നല്ല നല്ല കളിക്കാരുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ നമ്മളൊരു നിൽക്കുന്നത്. ഇംഗ്ലണ്ട് ഈ നയനാം വളപ്പിൽ ഇംഗ്ലണ്ട് ടീമിനായിട്ടുള്ള ഒരുക്കങ്ങൾ എവിടെ വരെ എത്തി? നല്ല ഒരുക്കങ്ങളാണ് നടക്കുന്നത്. നല്ല മുന്നൊരുക്കം ഇതായിട്ടുണ്ട്. ഒരുപാട് നല്ല നല്ല നെനാവളപ്പിനെ തന്നെ പറയുകയാണെങ്കിൽ നല്ല ഒരുപാട് കളിക്കാരും ഉണ്ട്. ഇംഗ്ലണ്ടിൻ്റെ ഇതായിട്ട് പ്രോത്സാഹിപ്പിച്ചും കൊണ്ടുള്ള കളിക്കാരായിട്ട് നല്ല നല്ല കളിക്കാരും ഉണ്ട്. ഇത്തവണത്തെ ലോകകപ്പ് ആര് തൂക്കും? പോർച്ചുഗലിനാണ് സാധ്യത. ഞാൻ ബ്രസീലിൻ്റെ ആരാധകനാണ്. പോർച്ചുഗലിനാണ് മുൻഗണന. 100% സ്പെയിൻ കൊണ്ടുപോകുന്നതാണ്. അതെ, സ്പെയിനായിരിക്കും വേൾഡ് കപ്പ് കൊണ്ടുപോവുക. ഇത് പക്കാണ്, 100%. ഇത്തവണത്തെ ലോകകപ്പിനൊരു പുതിയ ചാമ്പ്യന്മാർ, ഇതുവരെ ലോകകപ്പ് നേടാത്ത ഹോളണ്ടിനെ പോലത്തെ ഒരു ടീം ചാമ്പ്യന്മാരായാൽ അത്ഭുതപ്പെടാനുള്ള ഒന്നുമില്ല. അതിനുള്ളൊരു സാധ്യത ഉണ്ട്. നെതർലാൻഡിനാണ് ചാൻസ്. ലോകം വീണ്ടും കാൽപന്തിന്റെ ഉത്സവത്തിലേക്ക് കടക്കുമ്പോൾ അതിനെ വലിയ ആഘോഷമാക്കി മാറ്റാൻ നയനാം വളപ്പും ഒരുങ്ങിക്കഴിഞ്ഞു.